മഞ്ചേശ്വരത്തേക്കാണ്. അവിടെ BJP-യുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സജീവമായി തന്നെ ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതാ ചില അപസ്വരങ്ങളും ഉയരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BJP-യിൽ ഭിന്നതയുണ്ടെന്നറിയുന്നു. ML അശ്വിനിയെ പിന്തുണയ്ക്കുന്നവരാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. മഞ്ചേശ്വരത്തെ പരിഗണിക്കണമെന്ന് അശ്വിനി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതാ സുരേന്ദ്രൻ വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്നോടിപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടേ ഉണ്ടാവുകയുള്ളൂ. പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ജില്ലയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഈ രണ്ട് മണ്ഡലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നല്ലേ, 10-20 വർഷമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരികയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ രണ്ട് മണ്ഡലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ. അരുൺ പൂപ്പറമ്പ് ചേരുന്ന വിശദാംശങ്ങളുമായി. അരുൺ, സംസാരിക്കുമ്പോൾ തന്നെ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് മഞ്ചേശ്വരവും കാസർഗോഡും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട് എന്നത്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സജീവമായി സുരേന്ദ്രൻ അവിടെയുണ്ട്. പക്ഷേ ചില അപസ്വരങ്ങളുമുണ്ട്. ML അശ്വിനി ഈ സീറ്റ് നേരത്തെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അവരെ പിന്തുണയ്ക്കുന്നവർ സുരേന്ദ്രൻ വരുന്നതിനെ എതിർക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇവരെയൊക്കെ അനുനയിപ്പിക്കുക എന്നതായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും അതിലുള്ള ശ്രമങ്ങളാണ് കെ സുരേന്ദ്രൻ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഭിന്ന സ്വരങ്ങൾ നിലവിൽ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് പരിഹരിക്കുകയായിരിക്കും കെ സുരേന്ദ്രന്റെ ആദ്യത്തെ ശ്രമം. സ്ഥാനാർത്ഥിത്വം താനാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് സമ്മതിക്കുക നിലവിൽ എന്തായാലും ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു അങ്ങനെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ സജീവമായി കഴിഞ്ഞു. ഇന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. കെ സുരേന്ദ്രനെ പിന്തുണക്കുന്നവർ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് ചില ഭിന്ന സ്വരങ്ങൾ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരത്ത് BJP-യുടെ നിലവിലെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ML അശ്വിനി സ്ഥാനാർത്ഥിയാകും, ML അശ്വിനിയെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ അത്തരമൊരു ആവശ്യം ML അശ്വിനി വെച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരിഗണിക്കാമെന്ന തരത്തിൽ ML അശ്വിനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ML അശ്വിനി പിന്തുണക്കുന്ന അല്ലെങ്കിൽ ML അശ്വിനിക്കൊപ്പമുള്ളവർ പറയുന്നത്. പക്ഷേ ആ രീതിയിൽ ഉണ്ടായാലും ഒടുവിൽ കെ സുരേന്ദ്രൻ എന്നതിലേക്ക് എത്തുകയാണ്. അതിലാണ് ഒരു വിഭാഗത്തിന് ML അശ്വിനിയെ പിന്തുണക്കുന്ന വിഭാഗത്തിന് എതിർപ്പുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തി വരുന്നത്. വരും ദിവസങ്ങളിലും സജീവമായി മണ്ഡലത്തിൽ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും സുരേന്ദ്രൻ കാസർഗോഡുണ്ട്, മഞ്ചേശ്വരത്തുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ മുൻ അധ്യക്ഷൻ മഞ്ചേശ്വരത്ത് തന്നെ സീറ്റ് ഉറപ്പിക്കുമെന്നാണ് അറിയേണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.